മിനിസ്റ്റർ വന്നിട്ടുണ്ട്. വെരി ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. സാധാരണ സന്തോഷം, വീട്ടിലേക്ക് സന്തോഷം. കുറെ നാളായിട്ട്, അതായത് എനിക്കൊരു 4 വർഷമായിട്ട് വിചാരിക്കുന്നു വീട്ടിൽ കപ്പി കുടിക്കണം എന്ന് ചോദിച്ചു. ഇപ്പോഴാണെന്ന് നടന്നത്. അപ്പോ സുഖമായിട്ട് കുടിക്കാം. ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു രാവിലെ മാനവ വീതിയില് ONV കുറുപ്പിന്റെ പഴയ ഓർമ്മകളൊക്കെ കരുത്തിൽ പാട്ടൊക്കെ കേട്ട് എക്സസൈസ് ചെയ്യുന്നവരൊക്കെ കണ്ടുള്ള യാത്രയായി ചങ്ങാതി പറഞ്ഞു. അതായത് എക്സസൈസ് എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് പുള്ളി പോയി ഒരു ചായ കുടിക്കും. അപ്പൊ ചായ കുടിക്കുമ്പോ കുഴപ്പമില്ല, ഇച്ചിരി ഷുഗർ ഇല്ലോന്നല്ലേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് പുള്ളി കഴിഞ്ഞു. അതോടുകൂടി ആ രാവിലെ ചെയ്ത എക്സസൈസ് എന്നുള്ളതാണ്. അപ്പൊ നമ്മളിപ്പോ സെഷൻ തീരുകയാണ് അല്ലേ? എങ്ങനെയുണ്ട് ഈ നിയമസഭാ കാലം? നല്ല നിയമസഭാ കാലം. ഇത്തവണ പക്ഷേ ഷോർട്ട് പീരീഡ് അല്ലേ ഉണ്ടായുള്ളൂ. ഇനിയിപ്പോ മാർച്ച് 3-ാം തീയതി വീണ്ടും ആരംഭിക്കും. മാർച്ച് 3-ാം തീയതി ആരംഭിച്ചാൽ ഇന്നലെ നമ്മുടെ ബിസിനസ് അഡ്വൈസറി കമ്മിറ്റി കൂടി 25 വരെയാണ് സെഷൻ തീരുമാനിച്ചിട്ടുള്ളത്. ഫുൾ ബഡ്ജറ്റ് ആയിരിക്കും. അപ്പോ നമ്മളിപ്പോ ആദ്യം 5 ദിവസം ബഹുമാനപ്പെട്ട ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിനെടുത്തു. ഇപ്പോ ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി അവതരിപ്പിച്ച ബഡ്ജറ്റിനെ കുറിച്ചിട്ടുള്ള ചർച്ചകൾ നടത്തി. ഇന്നിപ്പോ രാവിലെ ഉപധനാഭ്യർത്ഥനകൾ പാസ്സാക്കും. ഇന്ന് ഉച്ചയ്ക്ക് ശേഷവും സഭയുള്ള ദിവസമാണ്. അപരാഹ്ന സമ്മേളനമുണ്ട്. 2 ബില്ലുകൾ, വയോജന കമ്മീഷനും കേരളത്തിലെ വ്യവസായവുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളും കൂടിയുള്ള 2 ബില്ലുകൾ കൂടി അവതരിപ്പിച്ച് ഇന്നേക്ക് സഭ പിരിയും. ഇന്നേക്ക് സഭ പിരിഞ്ഞാൽ പിന്നെ 3-ന് വീണ്ടും ആരംഭിക്കും. 3-4 കഴിഞ്ഞാൽ പിന്നെ വീണ്ടും 10-ാം തീയതി നടപടിക്രമം. രാവിലെ എങ്ങനെയാ പൊതുവെ എഴുന്നേറ്റ് ഒരു നടത്തമൊക്കെ ഉണ്ടോ? രാവിലെ നടത്തുന്നുണ്ട്. എങ്ങോട്ടാ പോകുന്നത്? രാവിലെ ഇവിടെ പോയാൽ നേരെ നമുക്ക് പാളയം AKG സെന്റർ വഴി നിയമസഭയൊക്കെ ഒന്ന് കറങ്ങി നേരെ എല്ലാ ദിവസവും എല്ലാ ദിവസവും രാവിലെ ഒരു 6:30 സാധാരണ നമ്മൾ ഈ നവകേരള സദസ്സിൽ വന്നപ്പോഴാണ് കൃത്യമായിട്ട് പങ്ക്ച്വലായിട്ട് നടക്കുന്ന മിനിസ്റ്ററിൽ ഒരാളാണ് നമ്മുടെ മിനിസ്റ്റർ. അതേപോലെ വേറെ ആളുണ്ട്, നമ്മുടെ വാസവ മിനിസ്റ്റർ. അത് രാവിലെ എഴുന്നേറ്റ് യോഗ ചെയ്യും എന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ 1-2 കാര്യങ്ങൾ കൂടി ചോദിച്ചോട്ടെ. പ്രത്യേകിച്ച് വയനാടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില ആളുകൾ ഇന്നലെ എന്നോട് പേഴ്സണലായ സംശയങ്ങൾ നമ്മൾ ആ വാർത്ത കൊടുക്കുന്ന സമയത്ത് ചോദിച്ചിരുന്നു. അപ്പോൾ ഈ ഒരു ടൗൺഷിപ്പായിട്ട് മാറാൻ പോകുന്നു എന്ന തരത്തിലുള്ള വാർത്തകളുണ്ട്. അത് ഉണ്ടോ? അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് കടന്നിട്ടില്ല. പക്ഷെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എത്ര പേരാണ് ഗുണഭോക്താക്കളായി വരുന്നത് എന്ന് കണ്ടായിരിക്കും നമ്മൾ തീരുമാനിക്കുന്നത്. 2 എസ്റ്റേറ്റുകൾ എടുക്കാൻ തത്വത്തിൽ ഗവൺമെന്റ് അറിയുന്നത് പോലെ ഒക്ടോബർ 4-ന് തന്നെ തത്വത്തിൽ ഇറങ്ങി 27-ാം തീയതി ഡിസംബർ 27-ാം തീയതി കോടതിയും അത് അംഗീകരിച്ചു. 2 സ്ഥലത്തും സോയിൽ ടെസ്റ്റ് ഉൾപ്പെടെയുള്ള എല്ലാ നടപടികളും പൂർത്തിയാക്കി. അവിടെ ഭൂമി ഏറ്റെടുക്കുന്നതിന്റെ തുക നിശ്ചയിക്കാനുള്ള നടപടിക്രമങ്ങൾ തീർന്നു. ഇനി നമുക്ക് ഗുണഭോക്താക്കളുടെ വിശദാംശം വേണം. ആദ്യത്തെ പട്ടികയിൽ 242 എല്ലാവരും അംഗീകരിച്ചു. ഒരു തർക്കവും ബാക്കിയില്ല. അന്ന് നമ്മൾ പറഞ്ഞ പോലെ ഡബിളിംഗ് ഒക്കെ മാറി ഒരു പ്രശ്നമില്ലാതെ പ്യൂരിഫൈ ആയി. ഇനി രണ്ടാമത്തെ ലിസ്റ്റിൽ 2 തരത്തിലാണ്. ഒന്ന് സോണിനകത്ത് അപകടകരമായിട്ടുള്ള നോട്ട് ഗോ സോണിനകത്ത് പെടുന്നവർ, പിന്നെ ഐസൊലേറ്റഡ്. അതിന്റെ ലിസ്റ്റിന്റെ അവസാന നടപടിക്രമങ്ങളിലാണ്. ഈ മാസം തന്നെ അത് പൂർത്തീകരിക്കും. അപ്പോ പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൃത്യം നമ്പർ അറിയാം. ഇനി ഇതിൽ നിന്ന് തന്നെ സർക്കാർ പ്രഖ്യാപിച്ച 15 ലക്ഷം രൂപ മതി ഞങ്ങൾക്ക് എന്ന് പറഞ്ഞ് ചിലർക്കൊക്കെ അത്യാവശ്യം പോകണം എന്ന് പറഞ്ഞു. അപ്പോ അവർക്ക് ആ അവകാശം ഉപയോഗിക്കാനുള്ള അധികാരം ഉണ്ട്. അവർക്ക് ആ അവകാശം കൂടി അവർ ഉപയോഗിച്ചാൽ പിന്നെ അതുകൂടി കഴിഞ്ഞാൽ കൃത്യം നമ്പർ നമുക്ക് കിട്ടും. അപ്പോൾ 2 വേണമെങ്കിൽ 2-നും സർക്കാർ റെഡി. 1-ലേക്കുള്ള ആളെ ഉള്ളുവെങ്കിൽ ആ വിധത്തിലാണ്. ഇപ്പൊ നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് 15 ലക്ഷം വാങ്ങി പോകുന്നവർ കുറച്ചുപേരുണ്ടെന്ന് തോന്നുന്നു അല്ലേ? കുറച്ചുപേരുണ്ടാകണമെങ്കിൽ അവരുടെ അവകാശത്തെ ഹനിക്കരുത്. കാരണം ഞങ്ങൾക്ക് മറ്റൊരിടത്ത് പോകാനുണ്ട്, ഞങ്ങൾക്ക് സർക്കാർ തരുന്ന സഹായം മതി, ഞങ്ങൾ അവിടെ പൊയ്ക്കോളാം എന്ന് പറഞ്ഞാൽ അത് പാടില്ല. ടൗൺഷിപ്പിൽ തന്നെ വരണം എന്ന് നമുക്ക് പറയുന്നത്. നിലവിൽ 2 ടൗൺഷിപ്പ് എന്ന നിലയിൽ തന്നെയാണ്. എന്നാൽ എണ്ണം പരിഗണിച്ചുകൊണ്ടായിരിക്കും അത് 2 ടൗൺഷിപ്പിൽ തന്നെ ഒതുങ്ങണമോ അതല്ല അതിന് ഒരു ടൗൺഷിപ്പിലേക്കുള്ള ആളെ ഉള്ളുവെങ്കിൽ ഒരു ടൗൺഷിപ്പിലേക്ക് ഒതുങ്ങുകയും ബാക്കിയുള്ളവർക്ക് 15 ലക്ഷം കൊടുത്ത് അവരെ സ്വതന്ത്രമാക്കി വിടുകയും ചെയ്യുക. അതാണ് സർക്കാരിന്റെ നിലപാട്. അതെ, തീർച്ചയായിട്ടും. കാരണം പക്ഷെ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം. ഞാൻ എപ്പോഴും റിപ്പോർട്ടറിലൂടെ ഈ പ്രശ്നങ്ങൾ ഓരോ ദിവസവും ഞാനതിൽ പ്രത്യേക നന്ദി രേഖപ്പെടുത്തുകയാണ്. കാരണം അതത് സമയത്ത് ആ പ്രശ്നങ്ങൾ പോസിറ്റീവായി നമ്മുടെ മുമ്പിൽ ഉന്നയിക്കുകയും പരമാവധി പ്രശ്നങ്ങൾക്ക് നമ്മൾ പരിഹാരം കാണുകയും ചെയ്യുന്നു. അപ്പോ ആ പ്രശ്നങ്ങൾ നമുക്ക് പരിഹരിക്കാനുള്ള ശ്രമത്തിൽ അപ്പോ ആവട്ടെ, ഞാൻ നോക്കിക്കോളാം കേട്ടോ. എവിടുന്നാ വരുന്നേ? സമരത്തിൽ പത്തനംതിട്ടക്കാരാണ്. അവിടെ നിന്ന് മാറിപ്പോകേണ്ടി വന്ന ആളുകളാണ്. ഞങ്ങളിപ്പോ ഒരു പുതിയ സംവിധാനം ഉണ്ടാക്കി ആ ഭാഗത്തുള്ള മുഴുവൻ ആളുകൾക്കും ഭൂമി കൊടുക്കാനുള്ള ശ്രമങ്ങളിലാണ്. ധൈര്യമായിട്ട് മോനെ പോലെ വരാന്നുള്ളത് കൊണ്ട് രാവിലെ തന്നെ അന്വേഷിച്ചു. എവിടുന്നാ വരുന്നത്? അരിപ്പേന്നാണോ വരുന്നത്? അല്ല, അരിപ്പേന്നല്ല, പത്തനംതിട്ട എന്നാണ് വരുന്നത്. അരിപ്പേന്ന് ഇറങ്ങിയിട്ട് 4 വർഷമായി. ഇപ്പൊ ഞങ്ങൾ പുറത്തു നിന്നാണ് അവിടെ പത്തനംതിട്ട വാടക വീടുകളിലൊക്കെ താമസിക്കാണ്. എത്ര പേരുണ്ട് നിങ്ങൾ? ഞങ്ങള് 260 പേരുണ്ട്.
ഒരു ലിസ്റ്റെല്ലാം നമ്മൾ ക്രമീകരിച്ചു കഴിഞ്ഞു. കൊല്ലം ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ ആളുകൾ രാവിലെ വരും ഇത് പട്ടയം ഒരു വല്ലാത്ത പ്രശ്നമാണ് പ്രശ്നം. നമ്മുടെ ഒരു ജീവിതവുമായി ബന്ധപ്പെട്ട അവരുടെ പ്രധാനപ്പെട്ട പ്രശ്നമാണ്. ആ പ്രശ്നങ്ങളിലേക്ക് ഏറ്റവും താഴ്ന്നിറങ്ങാൻ നമ്മൾ തീരുമാനിച്ചുകൊണ്ട് അവര് ചിലപ്പോ അവരുടെ പ്രശ്നം പരിഹരിക്കും. നമ്മളൊരു സന്തോഷമായി. പിന്നെ അരുൺകുമാർ അതെ, അരുൺകുമാർ. ഞാൻ എപ്പോഴും വാർത്ത നോക്കുന്നുണ്ട് അല്ലേ? കഷണ്ടി കണ്ടപ്പോ മനസ്സിലായി. അല്ല, മുട്ടയെന്നാ നാട്ടുകാരെ വിളിക്കുന്നത്. ഇതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്താണ് വയനാട്ടില് അദ്ദേഹത്തിന്റെ സർവ്വ കാര്യങ്ങളും ഞാൻ കണ്ടുകൊണ്ടിരിക്കണം. മിനിസ്റ്ററൊക്കെ സംസാരിക്കുന്നത് എപ്പോഴും കാണും. 24 വാർത്ത വെച്ച് കാണുന്ന ഒരാളാണ് ഞാൻ. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എന്റെ മൂത്ത മകന്റെ പ്രായം ഉണ്ടാവും. എനിക്ക് ഭൂമി തന്നിട്ടേ പോകാവൂന്ന് ഞാൻ എപ്പോഴും വന്ന് കഴിഞ്ഞു പറയാം. പോകാനില്ല, ഞങ്ങളുണ്ടാകും കൂടെ, ഞങ്ങളുണ്ടാകും. 1150 കുടുംബമുണ്ട്, ഉണ്ടാകും. താങ്ക് യു. ഓക്കെ, ശരി. അപ്പോ നമ്മൾ പറഞ്ഞു വന്നത് വയനാടിന്റെ കാര്യത്തിൽ അങ്ങനെ ഒരു ആശങ്ക ആവശ്യമില്ല. അല്ല, അപ്പൊ ഞാൻ പറഞ്ഞത് ഈ 2-1 എന്നൊക്കെ പറയുമ്പോ നമ്മൾ എപ്പോഴും ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ളതുകൊണ്ട് പറയാം, ആശങ്ക ഒന്നും വേണ്ട. അവസാനത്തെ ദുരന്തബാധിതനും കയറി കിടക്കാൻ ഇടം കൊടുക്കാൻ എത്രയാണോ ഇടം വേണ്ടത് അത് നമ്മൾ സംഭരിക്കും. അതിനുള്ള സൗകര്യം ഉണ്ടാക്കും. ഒരു പ്രയാസമുണ്ട്. ഓക്കെ, ഈ മിനിസ്റ്റർ, സ്വന്തം സർക്കാർ അവിടെ ടൗൺഷിപ്പ് വരുന്നു എന്നൊക്കെ ആണല്ലോ. പക്ഷെ സ്വന്തം നിലയിൽ കുറച്ച് ആളുകൾ, ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന മാനന്തവാടി രൂപത, എറണാകുളത്തെ ഒരു ഗ്രാമം, ഇൻ കേസ് മുസ്ലിം ലീഗ് പോലും 100 വീടിനുള്ള സ്ഥലം സ്വന്തം നിലയിൽ നോക്കുന്നു എന്ന് പറഞ്ഞു. സർക്കാരിന്റെ എസ്റ്റിമേറ്റഡ് കോസ്റ്റ് വലുതാണ്, അതുകൊണ്ട് 30 സംതിങ് വരുന്നുണ്ട്. സ്വന്തം നിലയിലാണെങ്കിൽ അത്രയും വരുന്നില്ല എന്ന് പറഞ്ഞു. ഇപ്പൊ മാനു എന്ന് പറയുന്ന ഒരു സാമൂഹിക പ്രവർത്തകൻ സ്വന്തം നിലയുടെ വീട് നിർമ്മാണം തുടങ്ങിയെന്നാണ് മനസ്സിലാക്കുന്നത്. അത്തരം വിവരങ്ങൾ മിനിസ്റ്റർക്ക് ഉണ്ടോ? തീർച്ചയായിട്ടും ആ വിധത്തിലുള്ള സംസാരങ്ങൾ നടക്കുന്നുണ്ട്. 2 കാര്യങ്ങളാണ് ഷോർട്ടായി പറയാം. ഒന്ന്, എന്തുകൊണ്ടാണ് നമ്മളൊരു ടൗൺഷിപ്പ്, ഒരു ആശയം ഉണ്ടാകുന്നത് അവിടുത്തെ ആളുകളുടെ ഒരു വല്ലാത്ത പ്രയാസം. പുത്തുമലയിൽ നിന്ന് ചൂരൽമലയിലേക്ക് വന്ന് ചൂരൽമലയിലും ദൈവത്തിന്റെ ഞങ്ങൾ ഒറ്റപ്പെടുത്തുകയും പിരിക്കുകയും ചെയ്തു. ഇനി ബാക്കിയുള്ള ഞങ്ങൾക്ക് ഒരുമിച്ച് താമസിക്കണം എന്നൊരു ആഗ്രഹത്തിന്റെ പുറത്താണ് ഒറ്റ കേന്ദ്രം എന്ന ആലോചനയിലേക്ക്, അതായത് ഒരു ടൗൺഷിപ്പ് എന്ന ആശയത്തിലേക്ക് നമ്മൾ വരുന്നത്. എല്ലാവരെയും ഒരുമിച്ച് കൂട്ടുക. എന്നാൽ ചിലർ മറ്റിടങ്ങളിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞാൽ പോകേണ്ടതില്ല എന്ന് നമ്മൾ പറയുന്നില്ല. പക്ഷേ ഈ കോസ്റ്റിനെ കുറിച്ചിട്ടുള്ള ചില തെറ്റിദ്ധാരണകളാണ് യഥാർത്ഥത്തിൽ ഉയർന്നു വരുന്നത്. കോസ്റ്റ് ഇപ്പോഴും പൂർണ്ണമായി ഫൈനലൈസ് ചെയ്യപ്പെട്ട ഒന്നല്ല. കാരണം 30 ലക്ഷം ഇങ്ങനെ പുറത്തു വന്നു. അതാണ് ഞാൻ പറഞ്ഞത്. ഈ സാധാരണ നിലയിൽ ഇതിന്റെ പ്രോജക്ട് സമർപ്പിക്കുന്ന ഘട്ടത്തിൽ ഒരു വീട് പണിയാൻ എത്ര കാശ്, അത് 2 നില വീട്, അതിനുള്ള തറ, അത് RCC ആണെങ്കിൽ 30 ലക്ഷം രൂപ വരെ വന്നേക്കും എന്ന ഒരു എസ്റ്റിമേറ്റഡ് കോസ്റ്റ് അവർ പറഞ്ഞു. പക്ഷെ അത് എത്ര വീടുകൾക്ക് എന്ന് നിശ്ചയിച്ചിട്ടില്ല. അതൊരു 500 വീടിനാകുമെങ്കിൽ ഒരു വീടിന് എത്ര കോസ്റ്റ് വരും അത് നിർണയിച്ചിട്ടില്ല, വല്ലാതെ കുറയും. രണ്ടാമത്തെ കാര്യം, ഈ വീടിന്റെ കോസ്റ്റ് വരുമ്പോ ആ ഭൂമിയുടെ ഡെവലപ്മെന്റ് കൂടി ആ കോസ്റ്റിന്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. ഭൂമിയുടെ ഡെവലപ്മെന്റ് പൂർണ്ണമായും സർക്കാർ CMDRF-ൽ നിന്ന് ചെലവഴിക്കാനാണ് നിശ്ചയിച്ചിട്ടുള്ളത്. വീടിന്റെ കോസ്റ്റ് മാത്രമേ. അതായത് പുതുതായിട്ട് നിർമ്മിക്കാൻ പോകുന്ന വീടിന്റെ നിർമ്മാണ ചെലവ് കുറയും. അതെ, നിർമ്മാണ ചെലവ് കുറയുമെന്ന് ഞാൻ പറയാനുള്ള കാരണം, ഈ വരുന്ന എസ്റ്റിമേറ്റിൽ ഭൂമിയുടെ ഡെവലപ്മെന്റ് ഉണ്ട്, അത് പൂർണ്ണമായി സർക്കാർ. ഭൂമി നികത്തലും ഭൂമി എല്ലാം സർക്കാർ. വീടിന്റെ കോസ്റ്റ് മാത്രമേ സ്പോൺസർമാർ. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന 30 ലക്ഷം എന്നുള്ളത് കുറഞ്ഞേക്കും, നന്നായി കുറയും. 2 RCC എന്ന നിലയിൽ ചിലപ്പോൾ പില്ലറുകളിലൊക്കെ നിർത്തേണ്ടി വന്നാൽ എങ്ങനെ എന്നുള്ളതാണ് അവർ തന്ന കണക്ക്. അതും ഒരു വീടിന് മാത്രമാണ്. അതിപ്പോഴാണ് അവർക്ക് അകത്ത് പ്രവേശിക്കാൻ കഴിഞ്ഞത്. 27/12 കോടതി വിധിച്ചത്. അതിനുശേഷമാണ് അകത്ത് കടന്ന് സോയിൽ ടെസ്റ്റും അതുവരെയുള്ള ഏരിയൽ സർവേ ആണ് ഉണ്ടായിരുന്നത്. നേരിട്ടിട്ടുള്ള ഫിസിക്കൽ സർവേ നടക്കുന്നത് ഇപ്പോഴാണ്. മാത്രമല്ല അവിടെ സോയിൽ ടെസ്റ്റ് നടക്കുന്ന ഇപ്പോഴാണ്. എല്ലാം പൂർത്തീകരിച്ചു. സോയിൽ ടെസ്റ്റ് ഏതാണ്ട് പൂർത്തീകരിച്ചു. 15-നുള്ളിൽ, ഫെബ്രുവരി 15-നുള്ളിൽ ആ നടപടിക്രമങ്ങൾ അവസാനം. മണ്ണ് പരിശോധന പൂർത്തിയായി കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. ഏതാണ്ട് ഫെബ്രുവരി പൂർത്തിയാവുന്നു. അപ്പൊ അങ്ങനെ വരുമ്പോ ഈ മണ്ണിന്റെ സ്വഭാവം കൂടി കണ്ടാൽ അവിടെ ഏത് തരത്തിലുള്ള വീട് വേണം എന്നറിയാം. ടോട്ടൽ വീടിന്റെ കോസ്റ്റ് എത്രയാണ്. ഇത് കൂട്ടി നമ്പർ കൊണ്ട് ഹരിച്ചതായിരിക്കുമല്ലോ നമ്മുടെ പുതിയ കോസ്റ്റുകൾ. മുഖ്യമന്ത്രി തന്നെ സർവകക്ഷി യോഗത്തിൽ പറഞ്ഞതുപോലെ ആ കോസ്റ്റ് ഇപ്പോഴും ഫൈനലൈസ് ചെയ്യപ്പെട്ടിട്ടില്ല. ഏകദേശം ഒരു ഏരിയൽ സർവേ നടത്തിയ ഈ നെടുമ്പാലയിൽ അല്ലെങ്കിൽ എൽസ്റ്റോണിൽ ഒരു വീട് വെക്കാൻ എത്ര കാശ്, അതിലേക്കാണ് RCC ആണെങ്കിൽ ഇത്ര വരും. പക്ഷെ
അത് 500 വീടുകളാകുമ്പോൾ അല്ലെങ്കിൽ എത്രയാണ് കുറയും, ആനുപാതികമായി കുറയും. വീടുകളാകുമ്പോൾ ഡെവലപ്മെന്റ് പൂർണ്ണമായി സർക്കാർ ഏറ്റെടുത്തിട്ടുള്ളപ്പോ വീട് മാത്രം പണിയാൻ എത്ര എന്നുള്ളതിലേക്ക് സോയിൽ ടെസ്റ്റ് കൂടി കഴിഞ്ഞു വരുമ്പോൾ നല്ലതുപോലെ കുറയും. അതായത് ഒരു 20 ലക്ഷത്തിലേക്കൊക്കെ വരാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. നമ്മൾ രണ്ടുപേരും എഞ്ചിനീയർമാരല്ല. മാത്രമല്ല നമ്മൾ 20 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 22 ആയാലും പ്രശ്നമല്ലേ? പക്ഷെ എന്നാലും ഗണ്യമായി കുറയും. ഏറ്റവും കുറഞ്ഞത് അതിലേക്ക് തന്നെ മറ്റു മെറ്റീരിയൽ സ്പോൺസർഷിപ്പ് വരുന്നതിനെ കുറിച്ചും ഗവൺമെന്റ് ആലോചിക്കും. അങ്ങനെ സഹായിക്കാൻ പറ്റുന്ന ആളുകളുണ്ട്. വീടല്ലാതെ ഞങ്ങൾ കുറച്ച് സിമന്റ് തരാം, ഞങ്ങൾ കുറച്ച് കമ്പി തരാം. അപ്പൊ അതുകൂടി പിന്നെ PMCയിലേക്ക് നമ്മൾ കൈമാറിയാൽ, EPCയിലേക്ക് നമ്മൾ കൈമാറിയാൽ അതുകൂടി ഈ കോസ്റ്റ് കുറഞ്ഞു വരും. അങ്ങനെ വരുന്ന ഇൻഡിവിജ്വൽ ആയിട്ടുള്ള വീടിന്റെ പണം മാത്രമേ സ്പോൺസർമാർക്ക് ഉണ്ടാകുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട്, ഫെബ്രുവരി അവസാനം വരെ അതിന് കാത്തിരിക്കുക. ഇപ്പോ വിട്ടുപോകാവുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകേണ്ടതില്ല. കാരണം പരമാവധി ഇവരെല്ലാം ഒരു കേന്ദ്രത്തിൽ വന്നാൽ അവർക്കുണ്ടാകുന്ന പ്രശ്നം അറിയാലോ. അവർക്കെല്ലാം ഒരുമിച്ച് താമസിക്കാം. ഉണ്ണിമാഷും അരുണും ഞാനും ഒക്കെ പല സ്ഥലത്ത് നിന്ന് പറഞ്ഞ പോലെ നമുക്ക് പഴയ പാട്ടുപാടി വീണ്ടും വെള്ളാർമല സ്കൂളിലേക്ക് വരണ്ടേ, അതിന്റെ അടുത്ത് താമസിക്കണ്ടേ, സ്വപ്നങ്ങൾ പലതുണ്ടല്ലോ. അപ്പൊ ഒരുമിച്ച് വരിക എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇനി ഞാൻ വേറെ കാര്യത്തിലേക്ക് വന്നാൽ ഈ വന്യജീവി വിഷയം വല്ലാതെ ആശങ്കയാവുന്നുണ്ട് അല്ലേ? അതിനിപ്പോ ചൂട് കൂടാൻ പോവാ, കൂടുതൽ വരും. ചൂട് കൂടാൻ പോവാന്ന് മാത്രമല്ല, ഇത്തവണ മഴയുടെ അളവ് നേരത്തെ കൂടുതലായതുകൊണ്ട് ചൂട് നേരത്തെ തുടങ്ങും. മാത്രമല്ല നമുക്ക് നല്ലതുപോലെ ഇടപെടേണ്ടി വരും. അപ്പൊ വന്യജീവി ആക്രമണം അതൊരു യാഥാർത്ഥ്യമാണ്. ആളുകളിങ്ങനെ വല്ലാത്ത ആശങ്കയിൽ നിൽക്കുകയാണ്. നമുക്ക് വേണ്ടതുപോലെ കേന്ദ്ര സഹായം അക്കാര്യത്തിൽ ലഭ്യമാകുന്നുമില്ല. മാത്രമല്ല നിയമം ഭേദഗതി ചെയ്യുന്നതിൽ യാതൊരു ഇടപെടലും നടത്താനും ഉദ്ദേശിക്കുന്നില്ല. ഇപ്പൊ ഒരു 10 മിഷനുകൾ വനം വകുപ്പ് ഔപചാരികമായിട്ട് ഇന്നലെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്ന് അവരുടെ ഉന്നത തല യോഗം ചേരുന്നുണ്ട്. സാധ്യമായതെല്ലാം ചെയ്യണം. നമ്മളിപ്പോ ഡിസാസ്റ്ററായി ഉൾപ്പെടുത്തി എന്നുള്ളത് കൊണ്ട് തന്നെ അരുൺ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ, ഡിസാസ്റ്ററായി അത് ഉൾപ്പെടുത്തി, ഡിസാസ്റ്ററായി ഉൾപ്പെടുത്തിയത് കൊണ്ട് ആ കാര്യങ്ങളിലൊക്കെ ആ വിധത്തിൽ ഇടപെടാൻ കഴിയും. ഇത് കേരളത്തിന്റെ ഒരു പൊതുവികാരമായി കാണണം. കാരണം അകത്ത് ചൂട് കൂടുമ്പോൾ വെള്ളം കുടിക്കാൻ പറ്റാത്തതുകൊണ്ട് ഉൽപ്പന്നങ്ങളിൽ പല കാരണങ്ങളുണ്ടാകാം. ഈ കാരണങ്ങൾ അന്വേഷിച്ച് പോകുക കൂടി ചെയ്തില്ലെങ്കിൽ കേവലം ഫെൻസിംഗ് കൊണ്ട് അവസാനിപ്പിക്കാവുന്ന ഒരു പ്രശ്നമല്ല. ഒരു മനസ്സായി നമ്മൾ നിൽക്കണം, വളരെ ഗൗരവത്തോടെ. ഒരുപക്ഷെ ഈ ഘട്ടത്തിൽ ഏറ്റവും ഗൗരവത്തോടെ കാണുന്ന ഒരു വിഷയമാണത്. ഇപ്പൊ ഇലക്ഷനൊക്കെ വരാൻ പോവാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങളൊക്കെ എങ്ങനെയാണ്? പൊതുവെ പാർട്ടിയൊക്കെ നടത്തി തുടങ്ങിയോ? പിന്നെ എല്ലാവരും ആരംഭിച്ചല്ലോ. നല്ലതുപോലെയുള്ള തയ്യാറെടുപ്പ് നടക്കുന്നുണ്ട്. ഇപ്പോൾ വാർഡ് വിഭജനവുമായി ബന്ധപ്പെട്ട തിരക്കിലാണെങ്കിലും അടിസ്ഥാനപരമായി വോട്ടർ പട്ടികയിൽ ആളെ ചേർക്കുക, പൊളിറ്റിക്കലായ ക്യാമ്പയിൻ ഒരുങ്ങുക, ഞങ്ങളുടെയൊക്കെയാണെങ്കിൽ സമ്മേളനങ്ങൾ കൂടി നടക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് അതിലും ഒരു പ്രധാനപ്പെട്ട അജണ്ടയായി ഇതെല്ലാം. CPM-ന്റെ സമ്മേളനങ്ങൾ ഏതാണ്ട് തീരാറായി. CPI സമ്മേളനം ബ്രാഞ്ച് തലത്തിൽ ആരംഭിച്ചു. സമ്മേളനങ്ങളുടെ ഒക്കെ മുഖ്യ അജണ്ടയായിട്ട് അതുകൂടി വരുമല്ലോ. ഒരു പൊളിറ്റിക്കൽ ചോദ്യം കൂടെ ചോദിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. ബ്രൂവറി വിഷയമടക്കം ഇങ്ങനെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്, പലതരത്തിലുള്ള വാർത്തകൾ പുറത്തേക്ക് വരുന്നുണ്ട്. ആ വിഷയത്തിൽ ഇപ്പോ അവര് കമ്പനി തമിഴ്നാട്ടിലേക്ക് പോകാൻ പോവുകയാണ് എന്ന് പറയുന്നു. അപ്പോ LDF-നുള്ളിൽ ഒരു സമവായത്തിലേക്കാണോ കാര്യങ്ങൾ പോകുന്നത്? അല്ല, വിഷയങ്ങളെ സംബന്ധിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി 19-ാം തീയതി ഇപ്പൊ യോഗം ചേരുന്നത് അറിയാമല്ലോ. അതൊരു പ്രത്യേകതയുണ്ട്. കാര്യം MN സ്മാരകത്തിൽ വെച്ച് പുതുക്കിപ്പെടുന്ന MN സ്മാരകത്തിലെ ആദ്യത്തെ LDF യോഗം. അതെ, പുതുക്കിപ്പെടുന്ന MN സ്മാരകത്തിലെ ആദ്യത്തെ LDF യോഗമാണ്. മാത്രമല്ല സമീപഭൂതകാലത്ത് CPI ഓഫീസിൽ ചേരുന്ന ആദ്യത്തെ LDF യോഗം കൂടിയായിരിക്കും. എന്നാലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നയത്തിന്റെ അടിസ്ഥാനത്തിലും ആശയത്തിന്റെ അടിസ്ഥാനത്തിലും നിൽക്കുന്ന ഒരു മുന്നണിയാണ്. ഏതെങ്കിലും വിധത്തിലുള്ള ആശങ്കകളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ ആശങ്കകളും സംശയങ്ങളും കൂട്ടായ പൊതുവീതിയിൽ ചർച്ച ചെയ്യും. സമവായം എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണെന്ന് നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റില്ല. LDF-നകത്ത് ഒരു ആശയ ദൃഢതയുണ്ടാകും. കൂട്ടായ അഭിപ്രായങ്ങളായി എടുക്കുക എന്ന് LDF കൺവീനർ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒരു മുന്നണിയാകുമ്പോൾ ആ മുന്നണിക്കകത്തുണ്ടാകുന്ന ആശയങ്ങളെല്ലാം കൂട്ടിയോജിപ്പിച്ച് ശരിയേതാണോ അതിലാണല്ലോ സ്വാഭാവികമായിട്ട് നിൽക്കേണ്ടത്. ശരിയുടെ പക്ഷത്തേക്ക് തന്നെ എന്തായാലും വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട് എന്ന കാര്യം സത്യമാണ്. അല്ല, അഭിപ്രായങ്ങൾ ഇപ്പൊ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. അത് അതിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ, അത് കുടിവെള്ളമൊക്കെ ജനങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട പിന്നെ ആശങ്ക തന്നെയാണ്. ആശങ്കകളൊക്കെ അഡ്രസ് ചെയ്യേണ്ടി വരും സ്വാഭാവികമായിട്ടും. ഏത് നടപടിക്രമങ്ങളിലേക്കും കിടക്കും. അപ്പോൾ ആളുകൾ അത്തരം ആശങ്കകൾ ഉന്നയിച്ചാൽ അതൊരു തെറ്റായ കാര്യമായി പറയാനാകില്ല. എന്ന് മാത്രമല്ല പ്രിൻസിപ്പൽ തത്വത്തിൽ അംഗീകാരമാണല്ലോ നേരത്തെ കൊടുത്തിട്ടുള്ളത്. സർക്കാർ
നിലനിൽക്കുന്ന നിയമങ്ങളെല്ലാം പരിഗണിച്ചുകൊണ്ടും പാലിച്ചുകൊണ്ടും എന്ന വിധത്തിലാണ്. അപ്പൊ അതുകൊണ്ട് വളരെ സൂക്ഷ്മതലത്തിൽ മുന്നണി ചർച്ച ചെയ്യട്ടെ, നമുക്കത് വിടാം. ഒരു കാര്യം കൂടി പറഞ്ഞു, നമ്മുടെ സ്വകാര്യ സർവകലാശാലകൾ വരുമ്പോൾ ആ കാലഘട്ടത്തിൽ അതിനെതിരെയൊക്കെ ശക്തമായി കൊടിയൊക്കെ പിടിച്ച് പോരാടിയ ആളുകളിൽ ഒരാളാണ് ശ്രീ കെ രാജൻ എന്നുള്ളത്. പ്രത്യേകിച്ച് AIYF ഒക്കെ അന്ന് വളരെ ശക്തമായ പ്രതിഷേധമാണ് ഉയർത്തിയത്. അപ്പോ ഇപ്പോ വ്യത്യസ്തമായ സാഹചര്യമാണ്, കോണ്ടെക്സ്റ്റ് മാറി, സാഹചര്യം മാറുമ്പോൾ തീരുമാനങ്ങളും മാറും എന്നുള്ളതാണല്ലോ. അതാണല്ലോ മൂർത്തമായ സാഹചര്യത്തിലെ മൂർത്തമായ തീരുമാനം എന്ന് പാർട്ടി വിശദീകരിക്കുന്നത്, കാലാനുസൃതമായ മാറ്റം. അപ്പോ മിനിസ്റ്റർ ഇതിനുള്ളിൽ ഇരിക്കുമ്പോൾ ഇത്തരം തീരുമാനങ്ങൾ വരുമ്പോൾ അതിനെങ്ങനെ മിനിസ്റ്റർ കാണുന്നത്? ഞാൻ ഉദ്ദേശിച്ചത് അന്ന് അതിനെതിരെ പോരാടിയ അന്നത്തെ ഒരു ക്ഷുഭിത യൗവനമുണ്ടല്ലോ. അല്ല, സ്വാഭാവികമായിട്ടും നമ്മുടെ വൈകാരിക തലവും നമ്മുടെ അക്കാര്യത്തിൽ നമുക്കുണ്ടായിരുന്ന സമര ഓർമ്മകളും ഒക്കെ പലതരത്തിൽ വരും. പക്ഷെ ലഭ്യമാകുന്ന ഒരു പൊതു തീരുമാനമെടുത്താൽ ലഭ്യമാകുന്ന അവസരം സാമൂഹ്യനീതി, സംവരണം തുടങ്ങി നമ്മുടെ നാട്ടിലെ കുട്ടികൾക്ക് വേണ്ടി എങ്ങനെ ഉപയോഗിക്കപ്പെടാം എന്നുള്ളതിലായിരിക്കും സ്വാഭാവികമായും നമുക്ക് കേന്ദ്രീകരിക്കേണ്ടി വരിക. അക്കാലത്ത് ഉയർത്തിപ്പിടിച്ച ഒരു കാര്യത്തിലും പുറകോട്ട് പോകുന്ന പ്രശ്നമുണ്ടായിരുന്നില്ല. പൊതുവിദ്യാഭ്യാസത്തെ ഹനിച്ചുകൊണ്ടും ഉന്നത വിദ്യാഭ്യാസത്തിന്റെ പൊതുസാധ്യത ഹനിച്ചുകൊണ്ടും സ്വകാര്യ സംവിധാനങ്ങൾ വന്നാൽ മറ്റൊരു മേഖല പൂർണ്ണമായും, ഒരു പബ്ലിക് സെക്ടർ പൂർണ്ണമായും തഴയപ്പെടും എന്നൊരു പ്രശ്നമായിരുന്നു അന്ന് ഉയർന്നു വന്നിരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ കേരളം അംഗീകരിക്കുന്ന മേന്മകളെ പൂർണ്ണമായും ഇല്ലാതാക്കി മറ്റൊരു വഴിയിലേക്ക് സർക്കാരിന്റെ അനുവാദത്തോടെ വിദ്യാഭ്യാസം പോകുന്നതിനെ കഠിനമായി എതിർത്തിരുന്നു. അതിപ്പോഴും എതിർക്കും. പക്ഷെ പൊതുവിദ്യാഭ്യാസത്തെയും ഉന്നത വിദ്യാഭ്യാസത്തിന്റെ പൊതുരംഗത്തെയും നല്ലതുപോലെ ശാക്തീകരിച്ചുകൊണ്ടുള്ള ഒരു നടപടിയാണ് കഴിഞ്ഞ 8.5 വർഷക്കാലത്തിൽ ഗവൺമെന്റുകൾ. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം അതാണ്, യൂണിവേഴ്സിറ്റികളുടെ റാങ്കിങ്ങിലുണ്ടായ മാറ്റം അതാണ്, യൂണിവേഴ്സിറ്റികളുടെ പുതിയ പദ്ധതികൾ അതാണ്. അപ്പോൾ ഒന്നിനെ പൂർണ്ണമായും വിടാനുള്ളൊരു തീരുമാനം ഗവൺമെന്റിന്റേതില്ല. പൊതുവിദ്യാഭ്യാസത്തെ അതികഠിനമായി ശക്തിപ്പെടുത്തും, സാമൂഹ്യനീതി ഉറപ്പുവരുത്തും, പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് മുഴുവൻ പഠിക്കാനുള്ള അവസരമായി കേരളം വരും. അതോടൊപ്പം ഉന്നത വിദ്യാഭ്യാസം ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. അത് കാണാതിരുന്നിട്ടും നമുക്ക് ഈ രംഗത്ത് കാര്യമുണ്ടാകില്ലെന്ന്. താങ്ക് യു. അപ്പൊ മിനിസ്റ്റർ, അപ്പൊ ഇന്ന് സഭയിലേക്ക് പോകാൻ സമയമായി. സന്തോഷം. താങ്ക് യു. താങ്ക്സ് അലോട്ട്. തീർച്ചയായിട്ടും എനിക്ക് ഇന്ന് നമ്മൾ കണ്ടപ്പോൾ ഉണ്ടായ ഒരു തമാശയല്ല. രാവിലെ വന്ന രണ്ടമ്മമാരും ഈ മുട്ട കണ്ടപ്പോ പെട്ടെന്ന് പിടികിട്ടി റിപ്പോർട്ടിന്റെ ചിഹ്നമായി മനസ്സിലായില്ല. പിന്നെ മുട്ട കണ്ടു. ആ അമ്മയ്ക്ക് 83 വയസ്സായി, 84ലേക്ക് പ്രവേശിക്കുകയാണ്. റിപ്പോർട്ടർ നിന്ന് എഴുതിയത് ചിലപ്പോൾ വായിച്ചിട്ടുണ്ടാവില്ല, പക്ഷെ മുട്ട കണ്ടപ്പോൾ സന്തോഷം. ഓക്കെ, അപ്പൊ മിനിസ്റ്റർ ഉഷാറാവട്ടെ കാര്യങ്ങളൊക്കെ. കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്ത വിപ്ലവകരമായ തീരുമാനമുണ്ടല്ലോ, ഏതാണ്ട് 3.5 ലക്ഷത്തോളം കുടുംബങ്ങളെ ബാധിക്കുന്നത്. അതായത് 1200 സ്ക്വയർ ഫീറ്റിൽ താഴെയുള്ള ഭൂമി തരം മാറ്റം. അതും കൂടി നമ്മൾ ഈ ഘട്ടത്തിൽ പറഞ്ഞു തന്നെ പോകണം. ഒരുപാട് പേർക്ക് ആശങ്ക ഉണ്ടായിരുന്നതാണ്. നമ്മളത് വൃത്തിയായിട്ട് കൊടുത്തു കേട്ടു, നമ്മളത് വൃത്തിയായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നെ കൊടുത്തു. ഇതെങ്ങനെയാണ് മാറ്റം വരാൻ പോകുന്നത്, ആ മാറ്റം കൊണ്ട് 5 സെന്റിൽ താഴെയുള്ളവർക്ക് വീട്, 10 സെന്റിൽ താഴെയുള്ളവർക്ക് കട, അല്ലെങ്കിൽ വ്യാപാര വാണിജ്യ ആവശ്യത്തിന് വേണ്ടി വെക്കാൻ. ആ തരംതിരിക്കലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇനി ഒരു പ്രശ്നവും ഉണ്ടാവില്ല, അല്ലേ? അങ്ങനെയല്ല, തരംമാറ്റത്തിൽ അതായത് കണ്ടീഷൻ. നെൽവയൽ തണ്ണീർത്തട നിയമം നെൽവയൽ സംരക്ഷിക്കാൻ തന്നെയാണ്, വളരെ ഗൌരവപ്പെട്ടാണ്. പക്ഷെ അത് കാണാതെ പോകുന്ന ഒരു കാര്യം, നമുക്ക് ഈ ഫോം നമ്പർ 6 ഇപ്പൊ കൊടുക്കുന്ന ആളുകളുണ്ടല്ലോ, ഫോം നമ്പർ 6 കൊടുക്കുന്ന 2008 മുമ്പ് തന്നെ പരിവർത്തനം ചെയ്യപ്പെട്ട ഭൂമി, അത് നിലം എന്നുള്ളത് പുരയിടം എന്നുള്ളത് നിലമായി കിടക്കാത്തതുകൊണ്ട് അത് മാറ്റാനുള്ള തർക്കമാണ് ഇപ്പൊ നടക്കുന്നത്. അപ്പൊ ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെടാത്ത ഭൂമിയിൽ 1261 സ്ക്വയർ ഫീറ്റ് വരെ വീട് വെക്കാൻ തരം മാറ്റാതെ തന്നെ പറ്റും എന്ന യാഥാർത്ഥ്യം ആളുകൾ 5 സെന്റ് സ്ഥലത്തിനുള്ളിൽ അല്ല 2.1 hours. അല്ല, അത് ഞാൻ പറഞ്ഞ സ്ക്വയർ ഫീറ്റിന്റെ കാര്യമാണ്. 1261 സ്ക്വയർ ഫീറ്റ് സ്ഥലത്ത് വീട് വെക്കാൻ തരം മാറ്റാതെ പറ്റും. അപ്പോ ഒരു വീട് വെക്കാൻ കാത്തിരിക്കേണ്ട കാര്യമില്ല, പഞ്ചായത്തിൽ നിന്ന് അനുവാദം മേടിച്ച് പിന്നെ ഭൂമിയുടെ തരം മാറ്റണമെങ്കിൽ അതിന്റെ അപേക്ഷ സ്വാഭാവികമായിട്ട് പോയിക്കോട്ടെ, അത് വേഗത്തിലാകും. അതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി വരാനിരിക്കുന്നുണ്ട്. ഇപ്പൊ കേരളത്തിൽ 436 ഡാറ്റാ ബാങ്കുകൾ പ്യൂരിഫൈ ചെയ്തു. ഡാറ്റാ ബാങ്കുകളിൽ തെറ്റായി രേഖപ്പെടുത്തിയത് കൊണ്ടാണല്ലോ ആള് പോകുന്നതും പരീക്ഷിക്കുന്നതും ജാതകം എടുത്തു നോക്കുന്നതൊക്കെ, അതുകൊണ്ടാണല്ലോ പഴയ രേഖ എടുത്തു നോക്കുന്നത്. ഇനി ബാക്കിയുള്ള 600 സ്ഥലങ്ങളിൽ കൂടി ഒരു 4 മാസത്തിനുള്ളിൽ ഡാറ്റാ ബാങ്ക് പ്യൂരിഫൈ ചെയ്യാണ്. അപ്പോൾ കേരളത്തിലെ ഡാറ്റാ ബാങ്ക് പൂർണ്ണമായും പ്യൂരിഫൈ ചെയ്താൽ പിന്നെ നമുക്ക് തരം മാറ്റത്തിന് വരുന്ന ഈ വീട് വെക്കലല്ലാത്ത അപേക്ഷകളിലും പിന്നെ രേഖകൾ മാത്രം നോക്കി നമുക്ക് കൊടുക്കാം. രേഖകൾ മാത്രം നോക്കി നമുക്ക് കാര്യങ്ങൾ. ഓക്കെ, താങ്ക് യു. താങ്ക്സ് എ ലോട്ട്. ഒരു കാര്യം കൂടി, ഇന്നലത്തെ ഞാൻ ആദ്യം തന്നെ റിപ്പോർട്ടറിനോട് അത് പറയണം എന്ന് വിചാരിച്ചാണ്. ഇന്നലത്തെ നമ്മുടെ ബഡ്ജറ്റിന്റെ സമാപനത്തിൽ റവന്യൂ വകുപ്പിന് ഒരു പുതിയ കാര്യം കൂടി ധനകാര്യ വകുപ്പ് അനുവദിച്ച് കണ്ടിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. അതായത് കേരളത്തിലൊരു ഡിജിറ്റൽ പ്രോപ്പർട്ടി കാർഡ് വരാൻ പോവുകയാണ്, ഇന്ത്യയിൽ ആദ്യമാണ്. അതായത് ഇനി മുതൽ അരുണിന്റെ ഭൂമി,
ഭൂമിയിലെ കെട്ടിടങ്ങൾ, നിങ്ങളടയ്ക്കുന്ന ടാക്സ്, സാധാരണ നിലയിലുള്ള വരുമാനം, ഇങ്ങനെ തുടങ്ങി ഒരു വ്യക്തിയുടെ പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചെല്ലാമുള്ള ഇൻഫോർമേഷൻ ATM കാർഡ് പോലെ ഒരു കാർഡിലേക്ക് മാറാൻ ഇത് പോകും. നേരെ വില്ലേജ് ഓഫീസിൽ കൊണ്ട് കൊടുത്താൽ മതി. വില്ലേജ് ഓഫീസിൽ പോകണ്ടല്ലോ. വേണ്ട. ഇത് നിങ്ങൾക്ക് എവിടെയാണോ ഇത് ആവശ്യപ്പെടുന്നത് അവിടെ കൊടുത്താൽ നിങ്ങളുടെ QR കോഡിലും നിങ്ങളുടെ നമ്പറിലും ഈ വിശദാംശങ്ങളെല്ലാം അടങ്ങിയിട്ടുണ്ട്. രജിസ്ട്രേഷൻ അടക്കം ഉണ്ടാവുമോ? നിങ്ങളുടെ ലാൻഡ് പ്രോപ്പർട്ടി അടക്കം? പിന്നെ ലാൻഡ് പ്രോപ്പർട്ടി സ്കെച്ച്, എല്ലാം ഉണ്ടോ? അതിൽ അടയ്ക്കുന്ന ടാക്സ്, അതിൽ നിൽക്കുന്ന വീടിന്റെ സ്ക്വയർ ഫീറ്റ്, എല്ലാ അപ്പൊ ഡീറ്റെയിൽസ്. അതിന്റെ പേരെന്താ നമ്മൾ പറഞ്ഞത്? ഡിജിറ്റൽ പ്രോപ്പർട്ടി കാർഡ്. ഡിജിറ്റൽ പ്രോപ്പർട്ടി കാർഡ്, DPC വരാൻ പോകുന്നു. ഡിജിറ്റൽ പ്രോപ്പർട്ടി കാർഡ് വരാൻ 2 കോടി രൂപ അതിനു വേണ്ടി കൂടി പ്രേക്ഷകർക്കുണ്ട്. ഓക്കെ, അപ്പോ ഒരു ചായ വന്നിട്ടുണ്ട് അല്ലേ? അപ്പൊ ചായ നമുക്കൊന്ന് രുചിച്ചു നോക്കിയിട്ട് പോകാം. നമ്മൾ അടുത്ത ആൾ കാത്തു നിൽക്കുന്നു. ഓക്കെ, അപ്പോൾ ഡിജിറ്റൽ പ്രോപ്പർട്ടി കാർഡ് വരാൻ പോകുന്നു എന്ന സന്തോഷ വാർത്ത കൂടി ഈ വാർത്താ പ്രഭാതത്തിൽ റവന്യൂ വകുപ്പ് മന്ത്രി അറിയിച്ചിരിക്കുകയാണ്. നമ്മളൊരു വലിയ വാർത്തയെ തന്നെ കൊടുക്കുകയും ചെയ്യും. താങ്ക് യു മിനിസ്റ്റർ, താങ്ക്സ് എ ലോട്ട്.